ഇനിയൊന്ന് പഠിച്ചു വെച്ചോ. മൗലവി പറയുന്നു, മലക്കുകൾ ആമീൻ പറയുമേ. ഇവിടെ മരിച്ച മയ്യത്തിനടുക്കൽ വെച്ച് ദുആ ചെയ്യുമ്പോ എന്നാ മൗലവി എന്നിട്ട് നമ്മളോടൊരു ചോദ്യം. എന്താ ചോദ്യം? ജീവിച്ചിരിക്കുന്ന ആള് ഇതാ ഹലത്തുൽ മരീള രോഗിയുടെ അടുക്കൽ ഹാജരായാലും നിങ്ങൾ ഖൈറായത് പ്രാർത്ഥിക്കണമെന്നാണ് ഹദീസിന്റെ മാന എന്ന് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്റെ മുസ്ലിംമാരെന്തേ രോഗിന്റെ അടുത്ത് ദിക്റെല്ലാം പോവാത്തതെന്നാ ചോദിച്ചത്. അതിന് മറുപടി പറയുന്നതിന് മുമ്പ് അങ്ങോട്ടൊരു ചോദ്യം. നമ്മളെ മൗലവിമാരെന്തേ അമ്മദ് ഹാജിക്ക് രോഗമാകുമ്പോ അവിടെ മന്ത്രിക്കാൻ പോകാത്തത്, പ്രാർത്ഥിക്കാൻ പോകാത്തത്? അങ്ങനെ മൗലവിമാര് പോകുന്നത് കാണുന്നില്ലല്ലോ. ഇവിടെയൊക്കെ ധാരാളം ആളുകൾക്ക് രോഗമുണ്ടല്ലോ, മൗലവിമാർ അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നത് കാണുന്നില്ലല്ലോ. അതിന്റെ മറുപടി ഒന്ന് പറയണേ മൗലവി. ഇനി വിഷയമൊന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞു തരാം. അതൊന്ന് ശരിക്കും മനസ്സിലാക്കി വെച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാചകം, ഇദാ ഹളർതുൽ മരീള, അൽ മരീദിന്റെ അടുക്കൽ നിങ്ങൾ ഹാജരായാൽ, അൽ മരീദ് എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും മനസ്സിലാക്കി വെച്ചു, അതിൽ മരണം ആസന്നമായ രോഗിയും ഉൾപ്പെടുന്നു. മരണം ആസന്നമായ രോഗിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. ഫഖൂലൂ ഖൈറാ, ഏറ്റവും ഖൈറായത് ചൊല്ലിക്കൊടുക്കണം. മരണം ആസന്നമായാൽ രോഗിയാണേ മൗലവി, മയ്യിത്തല്ലേ മൗലവി. മരണം ആസന്നമായ രോഗിയുടെ സമീപത്ത് ചെന്നാൽ ഫഖൂലൂ ഖൈറാ, ഖൈറായത് ചൊല്ലണം. ഏറ്റവും ഖൈറായത് ലഖിനൂ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണം ഹാജരായവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അപ്പൊ മരണം ഹാജരായ രോഗിയുടെ സമീപത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം, ഖൈറായത് ചൊല്ലണം. അതിന്റെ മുമ്പിൽത്തത് പേരോടിന് മനസ്സിലാകാൻ തന്നെ മൗലവി, മുമ്പിൽത്തത് മനസ്സിലാക്കിയിട്ടാണേ മൗലവി. അതാ ഞാൻ പറഞ്ഞു, രോഗമാസന്നമായവരുടെ സമീപത്ത് ചെന്നാൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിനും ഈ ഹദീസ് തെളിവ് തന്നെ. ലഖിനൂ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും തെളിവ് തന്നെ. ഇനി ഒന്നുകൂടി പഠിച്ചു വെച്ചോ മൗലവി. ഇദാ ഹളർതുൽ മരീള അവിൽ മയ്യിത, മരിച്ച മയ്യിത്തിനടുക്കലെത്തിയാലും ഫഖൂലൂ ഖൈറാ, നിങ്ങൾ ഖൈറായത് ചൊല്ലണേ. ഏറ്റവും ഖൈറായതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് തന്നെ ജാമിഉ സഗീറിലെ ഒരു റിവായത്ത് കാണും, അക്സിറൂ ഫിൽ ജനാസി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കണേ എന്ന് ജാമിഉ സഗീറിൽ ഇമാം സുയൂത്തിയുടെ വേറൊരു റിപ്പോർട്ട് സഹാബത്തിൽ നിന്ന് കാണാം. ഇനിയോ സഹോദരന്മാരെ, ജനാസ എന്ന് പറഞ്ഞാൽ മരിച്ചതാണെന്ന് പറയേണ്ടതുണ്ടോ? ഇനി ഒന്നും കൂടി കേട്ടോ മൗലവി. ഇദാ ഹളർതുൽ മരീള അവിൽ മയ്യിത ഫഖൂലൂ ഖൈറാ, മരണം ആസന്നമായ രോഗിയുടെ സമീപത്തും മരിച്ച മയ്യിത്തിന്റെ സമീപത്തും നിങ്ങൾ ഖൈറായത് ചൊല്ലൂ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മലക്കുകൾ ആമീൻ ചൊല്ലും കേട്ടോ. മലക്കുകൾ ചൊല്ലുന്നത് ഖൈറായതാണ്, അത് ആമീനാണ്. നിങ്ങളും ചൊല്ലേണ്ടത് ഖൈറായതാണ്, ഖൈറായതാണ്. നിങ്ങൾ ശർറായ വാചകങ്ങൾ പറയരുത്. ലാ തദ്ഉ ഇല്ലാ ബിഖൈർ, ഖൈർ കൊണ്ടല്ലാതെ പ്രാർത്ഥിക്കരുത്. അപ്പൊ മരിച്ച മയ്യിത്തിനടുക്കലും മരണമാസന്നമായവരുടെ അടുക്കലും ഖൈറായത് ചൊല്ലണം, ഖൈറായത് ദുആ ചെയ്യണം. രണ്ടിനും ഈ ഹദീസ് തെളിവാണ്. ഖൈറായത് ചൊല്ലിയിട്ടുള്ള ദുആക്ക് പ്രത്യേകത കൂടുതലാണ്. ദിക്റും ചൊല്ലിയുള്ള ദുആ, ഖുർആനും ഓതിയുള്ള ദുആ, അതിന് കൂടുതൽ ബഹുമാനമാണ്. അതുകൊണ്ട് രണ്ടും ഉണ്ടാകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മരണം ഹാജരായ രോഗിയുടെ സമീപത്തെത്തിയാലും മരിച്ചവരുടെ അടുക്കലെത്തിയാലും റസൂലുള്ളാഹി ആദ്യം പറഞ്ഞത് ഉദുഉ, നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്നല്ല, ഖൈറായത് ചൊല്ലണേ. ഖൂലൂ ഖൈറാ, ഖൈറായത് ചൊല്ലണേ. ഖൂലൂ ഖൈറാ, പറഞ്ഞതേ ഖൈറായത് ചൊല്ലണേ. ഖൂലൂ ഖൂലൂ ഖുൽ
എന്ന് പറഞ്ഞാൽ ചൊല്ലണം, പറയണം എന്നല്ലേ മൗലവി അർത്ഥം. അപ്പൊ ഖൈറായത് ചൊല്ലണേ, ഖൈറായത് പറയണേ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറയാണ് ഫൈനൽ മലായികത യുഅമ്മിറൂന, മലക്കുകൾ ആമീൻ ചൊല്ലും. അപ്പൊ നിങ്ങൾ ഖൈറായത് ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുന്നത്. ഫൈനൽ മലായികത യുഅമ്മിറൂന എന്ന് ശേഷമുള്ളതുകൊണ്ട് ആദ്യത്തെ വാക്കിന്റെ അർത്ഥത്തിന്റെ വ്യാപ്തിയിൽ നിന്ന് അതിന്റെ ഉദ്ദേശം കുറഞ്ഞു പോകുകയില്ല. മൗലവിക്കൊന്ന് ചോദിച്ചുകൂടായിരുന്നു നമ്മുടെ സക്കരിയ സലാഹിയോട്. സക്കരിയ സലാഹി എന്നെ ഇടമുട്ടത്തെന്ന് പറഞ്ഞത് ഇപ്പുറത്തൊന്ന് പറഞ്ഞതുകൊണ്ട് അപ്പുറത്തത് ഇല്ലാതെയാകുമോ, ഇപ്പുറത്തൊന്ന് പറഞ്ഞതുകൊണ്ട് അപ്പുറത്തത് ഇല്ലാതെയാകുമോ എന്ന് സക്കരിയ സലാഹി ചോദിച്ചത് നിങ്ങൾ ഇടമുട്ടത്ത് വെച്ച് എന്നോട് ചോദിച്ചില്ലേ? ഞാനും മൗലവിയോട് ചോദിക്കുന്നത് ഫൈനൽ മലായികത്തി അമ്മിനൂനാൻ ഇപ്പുറം പറഞ്ഞതുകൊണ്ട് അപ്പുറത്തെ കൂലു ഖൈറ ഇല്ലാതെയാകുമോ മൗലവി? ഒന്നുകൂടി പഠിച്ചു വെച്ചോ. വൽ മുറാദു ബിഉമൂമിൽ ലഫ്ളി ലാ ഖുസൂസിസ് സബബി. എല്ലാ ഉസൂലിന്റെ കിതാബിലും കാണാം ഒരു വാചകത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത് അതിന്റെ അർത്ഥത്തിൽ പെട്ടത് തന്നെ. അപ്പൊ ഖൈറായത് ചൊല്ലൂ എന്ന് പറഞ്ഞതിന്റെ വ്യാപ്തിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലലും ഉൾപ്പെട്ടു, ഖുർആനോദലും ഉൾപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഖുർആനോദി ദുആ നടത്തണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ദുആ നടത്തണം. എന്നിട്ട് മൗലവി ഇവിടെ ഒരു തട്ടിപ്പ് കാണിച്ചത് കേൾക്കണോ നിങ്ങൾക്ക്? അതാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മൗലവി ഒരു പച്ചക്കള്ളം പറഞ്ഞു. ഇവിടെ നബവി ഇമാം പറഞ്ഞിന് പോലും മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ മൗജാദ നടത്തണം. എവിടെയാ മൗലവി പറഞ്ഞത്? ഇമാം നബവി പറഞ്ഞത് അങ്ങനെയല്ല. അതുപോലെ ഞാൻ അതിനു മുമ്പ് മറ്റൊന്ന് കാണിക്കുന്നു.